Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the story Hills Like White Elephants by Ernest Hemingway. FIUGP First Semester, Calcutta University, English Language Skills for Commerce and Management. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ലിസൺ ടു ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റോറി റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡ്രിങ്ക് ഡസ് ദ ഗേൾ ഇനിഷ്യലി ആസ്ക് ഫോർ? തുടക്കത്തിൽ ആ പെൺകുട്ടി ചോദിച്ചിരുന്നത് എന്ത് ഡ്രിങ്കാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ബിയറാണ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ മാൻ റെസ്പോണ്ട് വെൻ ദ ഗേൾ സേസ് ദ ഹിൽസ് ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻസ്? എങ്ങനെയാണ് ആ മാൻ റെസ്പോണ്ട് ചെയ്തത്? ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ കുന്നുകൾ വൈറ്റ് എലഫൻസിനെ പോലെ കാണപ്പെടുന്നു എന്നുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് മാൻ റെസ്പോണ്ട് ചെയ്തത്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഹീ സേസ് ഹി ഹാസ് നെവർ സീൻ എ വൈറ്റ് എലഫൻറ്റ്. അപ്പോൾ അവൾ വൈറ്റ് എലഫൻറ്റ് പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വൈറ്റ് മാൻ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാനിതുവരെ എനിക്ക് വൈറ്റ് എലഫൻറ്റിനെ പോലെ തോന്നുന്നില്ല, ഞാനിതുവരെ വൈറ്റ് എലഫൻറ്റിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഗേൾസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ട്രൈയിങ് ആനിസ് ഡെൽ ടോറോ? ആനിസ് ഡെൽ ടോറോ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലിക്കറാണ്. അപ്പോൾ ഇത് അവർ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ഈ ട്രൈ ചെയ്യുന്നതിനോട് ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഷീസ് എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ്. ദ നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദ ക്യാരക്ടർ ഹൂ സേസ് ദെം. അപ്പോൾ താഴെ കുറച്ച് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സ്റ്റോറിയിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻസ്. അവരെ കാണാൻ വൈറ്റ് എലഫൻറ്റ്, ഹിൽസിനെ വൈറ്റ് എലഫൻസിനെ പോലെ ഉണ്ട്. അത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അത് ആ പെൺകുട്ടിയാണ്, ദ ഗേളാണ്. നെക്സ്റ്റ്, വി ക്യാൻ ഹാവ് ദ ഹോൾ വേൾഡ്. ഇത് ദ മാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഐ ഡോണ്ട് കെയർ അബൌട്ട് മീ, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് പെൺകുട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, ദ ഗേൾ. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് സ്റ്റോറി വായിച്ചതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ ബിറ്റ്വീൻ ബാഴ്സലോണ ആൻഡ് ഡാഷ്. ഈ ഒരു സ്റ്റോറി നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. ബാഴ്സലോണയുടെയും പിന്നെ വേറൊരു സ്ഥലവും കൂടിയുണ്ട്, അതിൻ്റെ ഇടയിലാണെന്ന് പറയുന്നുണ്ട്. ആ പ്ലേസ് ഏതാണെന്നുള്ളതാണ് ആൻസർ. മാഡ്രിഡാണ്. നെക്സ്റ്റ്, ദ മാൻ ട്രൈസ് ടു റിയഷ്യൂർ ദ ഗേൾ ബൈ സെയിങ് ദാറ്റ് ദ പ്രൊസീജിയർ ഈസ് ജസ്റ്റ് ടു ഡാഷ്. ആ ഒരു വൈറ്റ് മാൻ ആ പെൺകുട്ടിയെ പറയാൻ അതായത് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള എങ്ങനെയാണത് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡാഷായിട്ട് എഴുതേണ്ടത്. സിമ്പിൾ എന്നുള്ളതാണ് ആൻസർ. ദ മാൻ ട്രൈസ് ടു റിയഷ്യൂർ ദ ഗേൾ ബൈ സെയിങ് ദാറ്റ് ദ പ്രൊസീജിയർ ഈസ് ജസ്റ്റ് ടു സിമ്പിൾ. ആ ഒരു മനുഷ്യന് ഈ ഒരു പ്രൊസീജിയർ വളരെ സിമ്പിളാണെന്ന തരത്തിൽ ആ പെൺകുട്ടിയെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഗേൾ കമ്പയർ ദ ഹിൽസ് ടു? ഈ പെൺകുട്ടി ഹിൽസിനെ എന്തിനോടാണ് കമ്പാരിസൺ നടത്തുന്നത്? കുന്നിനെ എന്തിനോടാണ്? വൈറ്റ് എലഫൻ്റ് ആണ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഗേൾ ഹോൾഡ് ഓൺ ടു വൈൽ ടോക്കിംഗ് വിത്ത് ദ മാൻ? ആ ഒരു വൈറ്റ് മാനോട് സംസാരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്താണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്? ദ ഗേൾ ഹോൾഡ് ഓഫ് 2 ഓഫ് ദ സ്ട്രിങ്സ് ഓഫ് ബഡ്സ് വൈൽ ടോക്കിംഗ് വിത്ത് ദ മാൻ. ആ പെൺകുട്ടി ആ ഒരു ബെഡിൻ്റെ, ഇവിടെ ബെഡിന് ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ആ ഒരു ബെഡിൻ്റെ 2 സ്ട്രിങ്സ്, 2 കയറുകൾ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ്, വാട്ട് പ്രോംപ്റ്റഡ് ദ മാൻ ടു ടേക്ക് ദ ബാഗ്സ് ഓവർ ടു അതർ സൈഡ് ഓഫ് ദ സ്റ്റേഷൻ? ആ ഒരു വൈറ്റ് മാനെ എന്താണ് പ്രകോപിപ്പിച്ചത്? ആ ഒരു ബാഗ് സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ എന്ത് പ്രകോപനമാണ് ഉണ്ടായിട്ടുള്ളത്? ദ ഗേൾ ബെഗ്സ് ഹിം ടു സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പോൾ ഈ ഒരു വൈറ്റ് മാൻ ഒരുപാട് ഇങ്ങനെ ഈ ഒരു ഓപ്പറേഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ എന്ന് പറയുന്നുണ്ട്. ദ മാൻ എക്സ്ക്യൂസ് ഹിംസെൽഫ് ടു മൂവ് ഹിസ് ബാഗ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റേഷൻ. ഇതന്നെയായിരുന്നു കാരണം. അവളിങ്ങനെ നിങ്ങളൊന്ന് കുറച്ച് നേരം മിണ്ടാതിരിക്കോ, സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറഞ്ഞ സമയത്താണ് ബാഗൊക്കെ എടുത്തിട്ട് സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയത്.
നെക്സ്റ്റ് ദ ഗേൾ ഈസ് സർട്ടൺ അബൌട്ട് വാട്ട് ഷീ വാണ്ട്സ് ടു ഡു. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാനാണ്. ഈ പെൺകുട്ടി അവൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. അത് ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് ദ മാൻ സോ ദ ട്രെയിൻ വെൻ ഹി ലുക്ക്ഡ് അപ്പ് ദ ട്രാക്സ്. ആ വൈറ്റ് മാൻ ട്രാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ട്രെയിൻ വരുന്നത് കണ്ടു. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? അത് ഫാൾസ് ആണ്. അയാൾ ട്രാക്കിൽ ട്രെയിൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരിയായ ആൻസർ. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ ഒരു ബ്ലാങ്ക്സിൽ കൊടുത്തിരിക്കുന്നത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡാഷ് ദ ഗേൾ stood up and walked to the end of the station. Okay. Across on the other side were fields of grain and trees along the banks of the Ebro. Far away beyond the river were cloud, the shadow of a river moved across the field of grain and she saw through the trees. Okay, that's the answer. Thank you.